സുനിലേ എഴുന്നേക്ക്, കോളേജിൽ പോവാൻ സമയായി. എനിക്ക് പോണ്ട. എനിക്ക് സുനിലേ സുനിലേ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. Binomial distribution can be defined as എന്താലോചിച്ചോണ്ടിരിക്കാ? ഭാര്യയായിരിക്കും. സുഖേട്ടാ, ഒരു പ്രശ്നം. എന്താടാ? അവളെന്നെ ഒരു LKG ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടിയൊന്നും നടന്നിട്ടില്ലേ? ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല എന്ന് വേണ്ട. ശ്രദ്ധിച്ചു കേട്ടണം. ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി എന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ. പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡർ ഇല്ലേ, അത് മേലാകെ തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം. പിന്നെ ചന്ദനത്തിന്റെ അത്ര കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ച് വിട്ടേക്കണം. നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടണം. ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ. ഇലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം. ഡോറ് തുറന്ന് അവളകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ആ നോട്ടവും. ഓ സുനിലേ, ബാക്കി നീ കണ്ടറിഞ്ഞു. ഐ ലവ് ഇറ്റ്. സുനിലേ, ഇത് ക്ലാസ്സിലേക്ക് വേണ്ട ബുക്സാ, നല്ലോണം പഠിക്കണേ. ഓക്കെ. അവന്റെ ഒരു ഉണക്ക പൂവുമാണോ? എന്താ സെറ്റായില്ലേ? ഇല്ല. അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആ നാൻസി, സുനിൽ എങ്ങോട്ടാ? ഞാൻ കോളേജിലോട്ട്. കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? അത് സുനിലല്ലേ പറയണ്ടേ? എന്നെ നാൻസി വിളിച്ചിരുന്നു. ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട്. എന്താ സുനിലിന്റെ പ്രശ്നം? ഈ ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. സുനിലിന്റെ ആഗ്രഹപ്രകാരമല്ലേ കോളേജ് വിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജിൽ വിട്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്റെ മെക്കിടേറല്ലേ കോപ്പ്. ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയാം. താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണേന്ന്? തന്റെ ചെലവ് ഞാനിവിടെ നിൽക്കണോണ്ടല്ലേ? സുമിത്രേ, എന്താ സുമി പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ രാധ, ഇരിക്കെ. എന്താ സുമിത്രേ, സുമിയും ഭർത്താവും തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കം? ഓ, സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും ചെയ്തല്ലേ, അനുഭവിക്കട്ടെ. ചേച്ചി, എന്റെ കല്യാണ. ആ, ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. നല്ല സൽസ്വഭാവിയായ കൊച്ച്. ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ അത് നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു.
ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുമിത്ര ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അല്ല ഇവനൊന്ന് നോക്കിയേ. ഇവൻ എന്താ ഒരു കുറവ്? നല്ല ലുക്ക്, നല്ല ജോലി, പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട്. അതിനെന്താ, നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? ആ സുമിത്രയ്ക്ക് അതിനുള്ള യോഗം ഇല്ലാതായിപ്പോയി. ഇത് എവിടെയോ കിടന്ന ഒരു പീക്കിരി ചെറുക്കനും കെട്ടി. സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ, ഇവക്ക് ഇതിനുള്ള ബോധമൊന്നുമില്ലേ? തള നിങ്ങളുടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. അടങ്ങടി. അമ്മയൊന്നും മിണ്ടായിരിക്കും. അതെ, നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം. അതിനിപ്പോ എന്താ? ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ നടക്കാന്. എന്ത് പറഞ്ഞാലും ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി. അല്ലെങ്കിൽ എന്റെ ഇഷ്ടവും കഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. മതി മതി, നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത്. പിന്നെ നിനക്ക് പ്രായം 20 എവിടെങ്ങാണ്ട് കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ച് കളഞ്ഞല്ലോടി. പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായില്ലല്ലോ. നീ അനുഭവിക്കണം, എന്നാലേ നീ പഠിക്കൂ. സുമിത്രേ, ഞങ്ങൾ ഇറങ്ങുക, വാടാ. ഇതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ടോ. ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ. ഐഷു, ഓളടുത്ത് പറയാൻ പറ്റുന്നില്ലടി. ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നരുത്. എനിക്കിപ്പം എന്നെക്കാളും ഇഷ്ടം ഓളയാ. കള്ളക്കല്യാണം നടത്തി മൃഗേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഞാൻ ഓളയില്ലടി പറ്റിച്ചേ. 4 ദിവസം കഴിഞ്ഞാൽ ഓള് പോവും. അതിനു മുമ്പ് ഞാൻ അവളോട് പറയട്ടെടി ഐഷു, സ്വാമി പെണ്ണ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല. ഞാൻ ആദ്യം എന്നെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പം ചിലപ്പോൾ ഓള് തപസ്സിരിക്കും. മനസ്സിലായില്ലേ? ഈ ധ്യാനം പോലെ. അപ്പോൾ അത് കഴിയുന്നവരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും. ഓക്ക് ബോധം വരുമ്പോൾ ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാൻറ്റിക് നശിപ്പിച്ച് ആയിഷു മൊത്തം മൂട് പോക്കി. പറയുന്നത് കേക്ക് എന്നോട് അസൂയ. പ്രിയേഷ് എന്നാ വിളിക്കുന്നു. ആടിനൊക്കെ എന്താ പരിപാടി? ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്തല്ല എഴുതാ ഞാള് മെമ്പർഷിപ്പ് ചേർക്കാൻ ഇറക്കിയതാ. എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ടല്ലോ. 40 വയസ്സ് കഴിഞ്ഞില്ലേ? വാടാ പോവാ. സുമംഗല, സുമംഗല, ഏയ് മോനെ മോനെ മൃഗേഷേ മോനെ എടാ എഴുന്നേൽക്ക്. ഐശുവിനെ മമ്പടത്തെ കൊണ്ടുപോവാ. എനിക്കോടെ കാണണ്ടേ.
எங்க உங்ககிட்ட கொஞ்சம் பேசணும். கொஞ்சம் வெளில கூட்டிட்டு போறீங்களா? ഇങ്ങ ആരെങ്കിലും വരുമോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. உங்க மேல தப்பில்ல. நான் உங்க கூட வரும்போதே இதெல்லாம் நடக்கும்னு நினைச்சேன். எனக்கு தெரியும் நீங்க நல்லவர் தான். உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும். ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை. நான் ஒரு ஆசிரமத்தில் வளர்ந்த பொண்ணு. எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை. என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது. நான் அன்னைக்கே சொன்னேன்ல, பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும். நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க. நானும் சந்தோஷமாக தான் இருந்தேன். இந்த வாழ்க்கையில் எனக்கு அதெல்லாம் கொடுத்து வைக்கல. தயவு செஞ்சு எந்த ஆசை பாசத்தையும் காமிக்காதீங்க. என் மனசை நீங்கள் எவ்வளோ முயற்சி பண்ணாலும் மாற்ற முடியாது. எனக்கு போகணும், போய் தான் ஆகணும். പോണം 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 എവിടെ പോണം? അതെന്താ പറയാത്തത്? നീ സന്യാസിയാണെ ആശ്രമത്തിൽ കഴിയണം. ഞാൻ ആടെ തന്നെ കൊണ്ടാക്കി തരാം, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നെടുത്ത്. அதெல்லாம் சொன்னா உங்களுக்கு புரியாது, உங்க மண்டையில ஏறாது. അതാ ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഏടെ പോണ്ടേ? എന്താ എന്റെ പ്രശ്നം? നിന്റെ ആശ്രമത്തിലെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മതിലും ചാടി നടക്കുവാന്നോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയണം. ഇന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ എന്നോടാ ചോദിക്കുക. കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ, എന്താ എന്റെ പ്രശ്നം?